എന്തിനാടാ നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യ? ഒരു സ്വൈര്യവും സമാധാനം തരാത്ത ഇവളെ എന്തിനാടാ നീ വച്ചോണ്ടിരിക്കുന്നേ? ഈ മുറിയുടെ വാതില് തുറക്ക്. ഹരീഷ് തുറന്നു വിട്. ആ ഹരീഷേ, അങ്ങനെ വാതില് തുറക്കില്ലടി. എന്റെ മകനെ കൊല്ലാനേ ഞാൻ അനുവദിക്കില്ലടി. ഞാൻ എന്റെ മക്കളെ പെറ്റു വളർത്തിയതേ നിനക്ക് നിന്റെ വീട്ടുകാർക്കും കൂടി നേർച്ചക്കോഴി ആക്കാനല്ല. എന്നെ തുറന്നു വിടാനാ പറഞ്ഞേ. ഇല്ലടി, ഇന്ന് രണ്ടിലൊന്ന് അറിയണം. എന്റെ ആങ്ങളമാരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവര് വരട്ടെ, എന്ത് വേണോന്ന് അവര് പറയട്ടെ. അവരെയൊക്കെ എന്തിനാ അമ്മയെ വിളിച്ചു വരുത്തുന്നേ? അവരൂടെ വരട്ടടാ. നീ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തല്ലേ ഇത് ശരിയാവത്തില്ല. ഇന്ന് രണ്ടിലൊന്ന് അറിയണം. വാതില് തുറക്ക്. എനിക്ക് പുറത്തേക്ക് പോണം. തുറക്ക്. നീ അവിടെ കിടയടി. ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ. എന്തായാലും എന്റെ മോൻ ഇനി നിന്നെ വേണ്ടടി. ഇന്നെവിടെ ചോദിച്ചു കേട്ടില്ലേ? എന്താ ഇവിടെ പലതും നടക്കും. ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങളാരായിരുന്നോ? അവളെന്റെ മോളാണ്ടി. അച്ഛാ, 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 എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. അച്ഛനെ രക്ഷിക്കച്ചാ. എന്താണ് ഇത്? എന്റെ വീട്ടിൽ പലതും നടക്കും. അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? മര്യാദക്ക് ഇറങ്ങി പോടാ. അച്ഛന്റെ കുഞ്ഞിനെ കൊന്നത് അവരാ. ചേട്ടാ, ഈ രുക്മിണിയാ. ഇവരെന്നെ കൊല്ലും. എന്നെ കൊല്ലാൻ വേണ്ടി ജ്യൂസിലെ വിഷം കലർത്തിയത് കണ്ടതാ ഞാൻ. എന്നെ രക്ഷിക്ക്. അവർക്ക് ഭ്രാന്താടോ? മുഴു ഭ്രാന്ത്. ചങ്ങലക്കിടേണ്ട സമയം കഴിഞ്ഞു. അയ്യോ അല്ല. ഹരീഷേ, ഈ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ പറഞ്ഞത് ശരിയാ. അവക്ക് ഭ്രാന്താ, മുഴു ഭ്രാന്ത്. പ്രേമിച്ച് നടന്നപ്പോ ഇല്ലായിരുന്ന ഭ്രാന്ത് ഇപ്പൊ എങ്ങനെയാണ് അവക്കുണ്ടായത്? ആരാണ് അവളെ ഭ്രാന്തിയാക്കിയത്? കയ്യറ. എന്റെ പെങ്ങക്ക് എന്ത് സംഭവിച്ചു അതെനിക്ക് അറിയണം. അതറിയാതെ, അത് പറയാതെ ഞാൻ നിന്നെ വിടില്ല. എന്താ അമ്മ? എന്താ പ്രശ്നം? ഓളെ ശ്രീ രുക്മിണിയും തമ്മിൽ എന്തോ പ്രശ്നം. എന്തോ വലിയ വഴക്കെന്നാ പറഞ്ഞത്. വഴക്കോ? വഴക്കെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? സാവിത്രി പറഞ്ഞു. ആര്? ആ പടവലാതി സാവിത്രിയോ? എന്താ രാധമ്മേ, അവള് പരദൂഷണേ പറയൂ. ഒരു ദിവസം ഒരു 16 വീട്ടിലെങ്കിലും കയറി പരദൂഷണം പറയാൻ അവള് നേർച്ച അറിഞ്ഞിട്ടുണ്ട്. അമ്മ പരദൂഷണമൊന്നും അല്ല. ശ്രീമോളുടെ നെറ്റി പൊട്ടിയെന്ന സാവിത്രി പറഞ്ഞ്. അയ്യോ, നമ്മുടെ കൊച്ചിനെ ആ താടക രുക്മിണി കൊല്ലും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ? ഇനി കരയണ്ട. രാധമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. പാവം കൊച്ച്.
ആ രുക്മിണി എന്റെ കൊച്ചിനെ ഒരു പരുവാക്കി കളഞ്ഞല്ലോ. ശ്രീ ഇനി കരയാതെ. നമുക്ക് എന്താണെന്ന് വെച്ചാ അത് നോക്കാം. അമ്മേ, ശ്രീയെ വിളിച്ചകത്തേക്ക് വെക്കൂ. ഇടേ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ആ രുക്മിണി ഇവിടെ ഇല്ലാതാക്കാൻ ഏതാണ്ട് മയക്കുമരുന്നൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നണേ. ദൈവമേ, മോളിപ്പോ അങ്ങനെ അങ്ങ് പോയാലോ? അകത്തേക്ക് കേറാൻ വരട്ടെ. ഇവളെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഈ കുടുംബദ്രോഹിയെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന്? ഇവിടെ ഒരു പൂലാൻ ദേവിയെ ഇവൾ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹമൊക്കെ നിങ്ങളൊക്കെ അങ്ങ് മറന്നുപോയോ? പ്രിയച്ചി, ഒരാൾക്കൊരു ആപത്ത് പറ്റുമ്പോഴല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഹ, അത് ശരി. അപ്പൊ നീയാണല്ലേ ഇവളുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിയ മാലാഖ? ചേച്ചി, ഈ കൊച്ചിനോട് നിന്റെ ക്രൂരതയൊന്നും വേണ്ടാട്ടോ. എനിക്കിത്തിരി ദണ്ണമുണ്ട്. ഇവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്റെ അമ്മയാണെന്ന് പറഞ്ഞവളാ ഇവള്.